ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുവാണോ? ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും എല്ലാം കൂടെ ചേർക്കാം. ഇതിലേക്ക് സവാളയും തക്കാളിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് കുക്കറിൽ അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അന്നേരത്തേക്ക് സവാളയും തക്കാളിയും നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും. ഇപ്പോൾ ചിക്കൻ ചേർക്കണ്ട, സവാള വഴറ്റാതെ വെക്കുന്നതായതുകൊണ്ട് സവാള ഒന്ന് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയും കാറ്റുക, പകലൊന്നും കറണ്ടും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേർക്ക് ക്ലാസ്സൊന്നുമില്ല, നല്ല മഴയുമാണ്. അതുകൊണ്ട് രാവിലെ കുറേ താമസിച്ചാട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതും ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിൽ എളുപ്പം ഈ ചിക്കൻ കറിയും വെച്ച് നെയ്ച്ചോറും ആക്കും കേട്ടോ ചെയ്തേ. അന്നേരം പെട്ടെന്ന് ആവുമല്ലോ, അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ടും കൂടെ. കറിക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക. പുളിയുള്ള തക്കാളിയാണെങ്കിൽ പകുതി തക്കാളി ചേർത്താൽ മതി, വല്ലാതെ പുളി ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. ഇത് ചോറിനും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയ കറിയാണ്. പിന്നെ പലഹാരത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. കുക്കറിൽ ഈ സവാളയും തക്കാളിയൊക്കെ 2 വിസിലടിച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ തന്നെ നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഈ കറിയും കൂടെ ആയാൽ ഭക്ഷണം കഴിക്കാം. അരമണിക്കൂർ കൊണ്ട് എളുപ്പം ആവും ഇത് രണ്ടും കൂടെ. കഴിഞ്ഞ ദിവസം കറിക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ മേടിച്ചെത്തിന്ന് ഞാൻ ശകലം എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ. അതാണ് ഇപ്പോൾ കറി വെക്കുന്നത്. ഞാൻ ഒരുപാട് ചാറായിട്ടല്ല കറി വെച്ചേക്കുന്നത്. കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നതുണ്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയും പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. കറിപ്പോത്തോട്ടെ. നെയ്ച്ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് പുറത്തിറങ്ങാൻ നോക്കിയത് കേട്ടോ. അത് കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ടേ ആ ഒരു കൂടിൻ്റെ അടിവശത്തൂടെ അവർ പുറത്തേക്ക് ഇറങ്ങി വരും. പിന്നെ അതുങ്ങളെയൊക്കെ പിടിച്ച് അതിൻ്റെ അകത്തിട്ടു. ഒരാളാണ് സ്ഥിരമായിട്ട് ഇറങ്ങി വരുന്നത്. ആ പുള്ളിയെ പിടിച്ച് അകത്തേക്ക് ഇട്ടേച്ച് പിന്നെ കയറി വരുന്ന വഴിക്ക് മഴ കുറച്ച് തോർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ മിറ്റത്തുനിന്ന് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തതാണ്. പിന്നെ ചോറുണ്ണാൻ വേണ്ടി പോകട്ടെ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ചൂട് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ആദ്യം കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഗ്രേവിയൊന്നും അധികം എടുത്തിട്ടില്ല. നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടേ ഞാൻ സാലഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അച്ചാർ വേണ്ടവർക്ക് അച്ചാറുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ കറി തന്നെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തണുപ്പത്ത് ഇങ്ങനെ തണുപ്പ് ഉള്ള പോലത്തെ പഴമോ അല്ലെങ്കിൽ തൈരോ ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് അത് ഞാനങ്ങ് ഒഴിവാക്കിയേ. ഇടയ്ക്ക് മഴ ഭയങ്കര ശക്തിയിലാട്ടോ പെയ്യുന്നത്. നമുക്കിവിടെ പരിചയമുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി, വയലുകളിലെല്ലാം വെള്ളമൊക്കെ കയറി. അതുകൊണ്ടൊക്കെ തന്നെ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റൊക്കെ അടിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ പേടിയാണ്. ഉറങ്ങാതൊക്കെയാണ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലവേദനയായിരുന്നു കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ. ഞങ്ങളിവിടെ സേഫാണോ എന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും വാർത്തകളൊക്കെ കേൾക്കുമ്പം പേടിയും വിഷമമൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങിയായിരുന്നേ. കാപ്പിയൊക്കെ വെച്ചു, അതൊക്കെ കുടിച്ചു. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. രാവിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ ജ്യൂസ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് തക്കാളി ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. കടുകൊക്കെ പൊട്ടിച്ചു. ആദ്യം വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചു. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടാം, മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാനിത് രണ്ടും ഇട്ടിട്ടില്ല. വെളുത്തുള്ളി ഒന്ന് മൂത്ത് ഒന്ന് കളറ് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം.
ഒത്തിരി പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ ഇങ്ങനെ ടൊമാറ്റോ ഫ്രൈ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സവാളയൊന്ന് കളറൊന്നും മാറി വരണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്താൽ തക്കാളി ചേർക്കുന്ന സമയത്ത് തക്കാളി പെട്ടെന്ന് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അത്രയും ഉടയണ്ട, തക്കാളി ഉടയാതെ കിട്ടണം. അതുകൊണ്ട് ലാസ്റ്റാട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടിക്കഴിഞ്ഞിട്ടാണ് പൊടികൾ ഇട്ടത്. പിന്നെ തക്കാളിയും വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്, അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉടഞ്ഞു പോകാതെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ പയർ മെഴുക്കുരട്ടി ഒരടുപ്പയിലാവുന്നുണ്ട്. ഞാനത് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഇനിയിപ്പോൾ ഈ ടൊമാറ്റോ ഫ്രൈയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഇതുവരെ ചേർത്തില്ലായിരുന്നല്ലോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം സോസും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. ഞാൻ കുരുമുളക് പൊടി ഇട്ടപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയേ. ഇത് പിന്നെ പൂരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ്. ഒരു സവാളയ്ക്ക് ഒരു തക്കാളി എന്ന കണക്കിൽ എടുത്താൽ മതി കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റായി ഈ ഒരു ടൊമാറ്റോ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ വീടൊക്കെ ഇങ്ങനെ അടച്ചിടുകയും പിന്നെ തുണികൾ ഉണങ്ങാത്തതെല്ലാം 2-3 ദിവസമൊക്കെ കൂടിയല്ലേ ഉണങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഒരു മണം ഉണ്ടാവും. അന്നേരം നമുക്ക് നല്ല വീട്ടിൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ഒന്നും എന്നും ഉപയോഗിക്കുന്ന നല്ലതൊന്നുമല്ല. എന്നാലും നമുക്ക് വല്ലാതെ എന്തെങ്കിലും ദുർഗന്ധം പോലൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ചന്ദനത്തിരി, രാമച്ചത്തിൻ്റെ മണമുള്ളതും പിന്നെ സാമ്പ്രാണി അങ്ങനത്തെയൊക്കെ നമുക്ക് കത്തിച്ച് വെക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിലും റൂമിലും ഒക്കെ ആയിട്ട് നല്ല മണം കിട്ടാൻ വേണ്ടി വെക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് പല മണത്തിലുള്ളതുണ്ട്, നമുക്കിഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം പരമാവധി കുറച്ചിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കാം. ഇതൊക്കെ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്നും തറയൊന്നും തുടയ്ക്കാറില്ല. എന്നാലും നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി തുണികളെല്ലാം മടക്കി എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് വേണം ഇതൊക്കെ കത്തിച്ച് വെക്കാനും ഉപയോഗിക്കാനും ഒക്കെ. എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. കുറച്ച് മുതിര കറി വെക്കാൻ വേണ്ടിയിട്ട് മുതിര ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. മുതിര വറുത്തും വറുക്കാതെയും കറി വെക്കാം. വറുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇത് കഴുകി നല്ലതുപോലെ അരിച്ചെടുക്കണം. കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ചെടുക്കണം. മഴക്കാലത്തും പിന്നെ തണുപ്പുള്ള സമയത്തും ഒക്കെ ഈ മുതിര കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് നല്ല ചൂടൊക്കെ കിട്ടും. പിന്നെ പോഷക സമൃദ്ധവുമാണ് മുതിര. മുതിര വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴുകി അരിച്ചൊക്കെ എടുക്കുന്നത്. എന്നിട്ട് മഞ്ഞൾ പൊടിയും പിന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ട് മുതിര നന്നായിട്ട് വേവിക്കണം. ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട. ഉപ്പ് മുതിര വെന്തതിന് ശേഷം ചേർക്കാം. ചിലപ്പോൾ ഉപ്പ് ചേർത്താൽ നല്ലപോലെ വെന്ത് കിട്ടത്തില്ല. അല്ലെങ്കിലും മുതിര വേകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഉപ്പ് ചേർക്കാതെ വേവിക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റാണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരപ്പുമൊക്കെ ചേർത്തും തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്ത് ഒഴിക്കുവാണേ. ഇനി കറിയിലേക്ക് ലാസ്റ്റ് കടുക് വറുത്തൊഴിക്കുക. എണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളി കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അത്രയും സാധനങ്ങൾ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.